ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹെഡ്ഫോണൊക്കെ ഉപയോഗിച്ച് ഹൈ വോളിയത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുന്നവർ. അവരെ നമ്മളൊന്ന് അത്യാവശ്യത്തിന് വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കത് കേൾക്കാൻ സാധിക്കില്ല. ഡോറിൽ ഇങ്ങനെ ശക്തിയായി ഇടിച്ചാൽ പോലും അവർക്കത് അറിയാൻ സാധിക്കില്ല. പുറത്താരെങ്കിലും വന്ന് കോളിംഗ് ബെല്ല് അടിച്ചാലോ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ ശബ്ദിച്ചാലോ അല്ലെങ്കിൽ മോട്ടറൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും, വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മണിക്കൂർ കണക്കിന് ഇങ്ങനെ മറിഞ്ഞങ്ങ് പോകുന്നുണ്ടാവും. അതൊന്നും അവർക്ക് അറിയാനേ സാധിക്കില്ല. എന്തിനേറെ വീട് ഫയർ ആയാൽ പോലും അവരതറിയില്ല. എന്തൊരവസ്ഥയാണല്ലേ. എന്നാൽ ഇതിനൊക്കെ പറ്റിയൊരു സെറ്റിങ്സ് മൊബൈലിൻ്റെ അകത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എത്ര ഹൈ വോളിയത്തിൽ പാട്ട് കേട്ടാലും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ, ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ അറിവ് തന്നെയായിരിക്കും. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ വരും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെറ്റിങ്സിൻ്റെ സെർച്ച് ബാറിൽ സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് അല്ല കേട്ടോ, സൗണ്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ താഴെ വേറെ തന്നെ ഉണ്ട് സൗണ്ട് നോട്ടിഫിക്കേഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, സൗണ്ട് നോട്ടിഫിക്കേഷൻ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓപ്പൺ സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏതൊക്കെ സൗണ്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത് അല്ലെങ്കിൽ അലാറം പോലെ നിങ്ങളെ അറിയിക്കേണ്ടത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എനബിൾ ചെയ്ത് വെച്ച എല്ലാത്തിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ സ്മോക്ക് ആൻഡ് ഫയർ, നിങ്ങളുടെ വീടൊന്ന് ഫയർ ആയി അല്ലെങ്കിൽ സ്മോക്ക് വന്നു. ഇവിടെ സൈറൻസ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബേബി സൗണ്ട്, ഡോഗ് ബാർക്കിംഗ്, അതുപോലെ തന്നെ നോക്കിംഗ്, നിങ്ങളുടെ ഡോറ് നോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഡോർ ബെല്ല് റിങ്ങിങ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ലാൻഡ് ഫോണ് റിങ് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാട്ടർ റണ്ണിങ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം എനബിൾ ചെയ്യണമെങ്കിൽ എല്ലാം എനബിൾ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ടേൺ ഓൺ കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആവശ്യത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ ടേൺ ഓൺ കൊടുക്കുക. അങ്ങനെ ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഈ സംഭവത്തിനൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതും ഹൈ വോളിയത്തിൽ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർമിഷൻ കൂടി അലോ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഇവിടെ ഈ ഒരു പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇനിയും നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലിസണിങ് ഫോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഓഫ് ചെയ്യണോ ഓൺ ചെയ്യണോ എന്നൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. താഴെ വാട്ടർ റണ്ണിങ്ങിൻ്റെത് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം, അതിൻ്റെ റണ്ണിങ് സൗണ്ടൊക്കെ. ഓക്കെ, ഇനി ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് അതിൽ മുഴുകിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് അറിയിക്കുക തന്നെ ചെയ്യും. ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് ടൈപ്പൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ 8 കാര്യങ്ങൾ നമ്മൾ എനബിൾ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേറ്റ്, ക്യാമറ ഫ്ലാഷ്, അതൊക്കെ നിങ്ങൾക്ക് അടിയണോ അതൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. പിന്നെ കസ്റ്റം സൗണ്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ തീമുണ്ട്. അങ്ങനെ നമുക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് അറിയിച്ചു തരേണ്ടത്, നോട്ടിഫിക്കേഷൻ മാത്രമല്ല ക്യാമറ ഫ്ലാഷും അതുപോലെ തന്നെ വൈബ്രേറ്റും ഒക്കെ നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇവിടെ സൗണ്ട് നോട്ടിഫിക്കേഷൻ ഷോർട്ട് കട്ട് നമുക്ക് വേണമെങ്കിൽ എനബിൾ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതങ്ങനെ ഷോർട്ട് കട്ട് എനബിൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഐക്കണായിട്ട് വന്ന് കിടക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഈ വക സെറ്റിങ്സുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് എനബിൾ ചെയ്ത് വെക്കുക. കാരണം നിങ്ങൾ ഹൈ വോളിയത്തിലൊക്കെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിങ്ങളെ അറിയിക്കുന്ന ഒരു സെറ്റിങ്സ് തന്നെയാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സെറ്റിങ്സ് തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.